നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സയൻ. ദിസ് ഈസ് ശ്യാം എസ് സുന്ദർ വിത്ത് യു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം വ്യാഴത്തിൻ്റെ കർക്കിടകം രാശിയിൽ നിന്നും മീനത്തിലേക്കുള്ള തിരിച്ചുവരവിനെക്കുറിച്ചാണ്. വ്യാഴം നൽകുന്ന പഞ്ചമഹാപുരുഷയോഗങ്ങളിലെ ഹംസമഹായോഗത്തെക്കുറിച്ചും അതുമൂലം എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ശുഭ അനുഭവങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വ്യാഴത്തിൻ്റെ ശനിയുടെ രാശിമാറ്റവും നേർരേഖാ സഞ്ചാരവും അതുമൂലം എല്ലാ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ 4 വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇനിയും പറയാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ ഈ മിഥുനം രാശിയിലേക്കുള്ള തിരിച്ചുവരവ് ഓരോ രാശിക്കാരെയും എപ്രകാരം ആണ് സ്വാധീനിക്കുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസമായതേ ഉള്ളൂ. ഇതിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ആണെങ്കിൽ നിങ്ങളെല്ലാവരും ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ആണെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് മേടം രാശിയെക്കുറിച്ച് നമുക്ക് നോക്കാം. മേടം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാവം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴം തിരിച്ചു വരാൻ അടുത്ത മാസം 4-ാം തീയതി മിഥുനം രാശിയിലേക്ക് വരുമ്പോൾ മേടം രാശിക്കാരുടെ 3-ാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത്. അപ്പം വ്യാഴം എന്ന ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം ആചാര്യന്മാരുടെ ഒരു നിർദ്ദേശപ്രകാരം 3, 6, 8, 12 ഭാവങ്ങളിൽ വ്യാഴം ഗോചരത്തിൽ വരുമ്പോൾ അത് ദോഷത്തെ പ്രദാനം ചെയ്യും എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു 18-20 വയസ്സായപ്പം തന്നെ ജ്യോതിശാസ്ത്രം പഠിച്ചതാണ്. അപ്പം അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു 10-22 വർഷത്തെ ഒരു എക്സ്പീരിയൻസിനുള്ളിൽ ഞാൻ ഈ വ്യാഴത്തിൻ്റെയും ഓരോ ഗ്രഹങ്ങളിലെയും പൊസിഷൻസ് ഓരോ രാശിയിൽ വരുമ്പോൾ അത് എപ്രകാരം ഓരോ നാളുകാരെയും അത് സ്വാധീനിക്കുന്നുണ്ട് എന്ന് പല വ്യക്തികളും ഞാൻ ഒബ്സർവേഷൻ നടത്തിയിട്ടുള്ള ആളാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്, വ്യാഴം 3, 6, 8, 12 രാശികളിൽ വരുമ്പോൾ എല്ലാ രാശിയിലും ദോഷം ചെയ്യത്തില്ല. വ്യാഴം ആകെ ഗോചരത്തിൽ വരുമ്പോൾ ദോഷം ചെയ്യുന്ന ഒരേ ഒരു രാശി 8-ാം രാശി മാത്രമേ ഉള്ളൂ. അല്ലാതെ 3-ലും 6-ലും 12-ലും വ്യാഴം ദോഷം ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ നാളുകാർക്ക് മിഥുനം രാശിയിലെ ഈ വ്യാഴത്തിൻ്റെ ഈ തിരിച്ചു വരവ് അവർക്കൊരു ദോഷങ്ങളും ചെയ്യത്തില്ല. അവർക്ക് ഗുണാനുഭവങ്ങൾ തന്നെ ചെയ്യത്തുള്ളൂ. ശനി അവർക്ക് ഓൾറെഡി 12-ാം ഭാവത്തിലാണ്. 12 വ്യാഴക്ഷേത്രമായതുകൊണ്ട് ശനി അവർക്ക് ദോഷം ചെയ്യില്ല, നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ഓൾറെഡി ശനിയുടെ വീഡിയോയിൽ പറഞ്ഞപ്പോണ്ട്. അതുപോലെ ഈ വ്യാഴവും അവർക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. പിന്നെ ലോജിക്കലി പറയുകയാണെങ്കിൽ മേടം രാശിയുടെ അധിപനായിട്ടുള്ള ചൊവ്വ വ്യാഴത്തിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, മിത്രമാണ്. അതുകൊണ്ട് തന്നെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഏത് പൊസിഷൻസിൽ പോയി നിന്നാലും മേടം രാശിക്കാരെയും വൃശ്ചികം രാശിക്കാരെയും അത് ഒരു കാരണവശാലും അത് ഒരു തരത്തിലുള്ള ദ്രോഹങ്ങളും ചെയ്യത്തില്ല. എപ്പോഴും ആ രാശിക്കാരെ സപ്പോർട്ട് ചെയ്തേ വ്യാഴം നിലകൊള്ളത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആണെങ്കിൽ ഈ വ്യാഴത്തിൻ്റെ അടുത്ത മാസം ഡിസംബർ മാസം 4-ാം തീയതിയുള്ള മിഥുനം രാശിയിലേക്കുള്ള തിരിച്ചുവരവ് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർക്ക് ഗുണാനുഭവങ്ങൾ മാത്രമേ കൊടുക്കത്തുള്ളൂ. പിന്നെ വ്യാഴത്തിൻ്റെ ആ ഒരു പൊസിഷൻസിനെ വെച്ച് വ്യാഴത്തിനെ കൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒരു യോഗമാണ് ഹംസമഹായോഗം. അതായത് പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന മഹാരാജയോഗമാണ് ഹംസമഹായോഗം. അപ്പോൾ ആ ഹംസമഹായോഗം പരിപൂർണമായിട്ടും മേടം രാശിക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായിട്ടും കിട്ടത്തില്ല. പക്ഷേ ഒരു 75% കിട്ടും. പിന്നെ മേടം രാശിയുടെ അധിപനായിട്ടുള്ള ചൊവ്വയുടെ മിത്രമാണ് വ്യാഴം. അതുകൊണ്ട് അവർക്ക് ദോഷങ്ങളൊന്നും ചെയ്യത്തില്ല ലോജിക്കലി. രണ്ടാമത്തെ കാര്യം, ഈ വ്യാഴം എന്ന് പറയുന്നത് മിഥുനം രാശിയിലേക്കാണ് വരുന്നത്. മിഥുനം രാശിയുടെ അധിപൻ ബുധനാണ്. അപ്പം ബുധൻ എന്ന് വെച്ചാൽ വളരെ സൗമ്യനായിട്ടുള്ളൊരു ഗ്രഹമാണ്. അപ്പം വളരെ സൗമ്യനായിട്ടുള്ളൊരു ഗ്രഹമായതുകൊണ്ട് തന്നെ ആണെങ്കിൽ വ്യാഴം അല്ലെങ്കിൽ ഏത് ഗ്രഹങ്ങളും ഗോചരത്തിൽ സഞ്ചരിച്ച് ഏത് രാശിയിൽ ചെല്ലുന്നുവോ ആ രാശ്യാധിപൻ്റെ സ്വഭാവത്തിനോട് മാച്ചായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ കാണിക്കുമെന്നാണ്. അപ്പം ബുധൻ്റെ രാശിയിലേക്ക് വ്യാഴം ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും സൗമ്യനായ ബുധൻ്റെ സ്വഭാവമായിരിക്കും വ്യാഴം കാണിക്കുന്നത്. ബുധൻ ഏത് രാശിയിൽ നിന്നാലും ബുധനാണെങ്കിൽ ആർക്കും ദോഷം ചെയ്യത്തില്ല. ബുധനെന്ന ഗ്രഹത്തിൻ്റെ മഹാദശയിലോ അന്തർദശയിലോ ഒക്കെ എല്ലാ നാളുകാർക്കും അത് അനുഗ്രഹങ്ങൾ മാത്രം കൊടുക്കത്തുള്ളൂ. ഒരു കാരണവശാലും ബുധൻ ആർക്കും ദോഷം ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ആ ബുധൻ്റെ രാശിയിലേക്കാണ് വ്യാഴം വരുന്നത്. അതുകൊണ്ട് തന്നെ 3-ലെ
ഈ വ്യാഴത്തിൻ്റെ തിരിച്ചു വരവ് മേടം രാശിയെ സംബന്ധിച്ചിടത്തോളം ദോഷങ്ങളൊന്നും ചെയ്യത്തില്ല, ഗുണങ്ങൾ മാത്രമേ കൊടുക്കത്തുള്ളൂ. എന്നാൽ പഞ്ചമഹാപുരുഷ യോഗത്തിന് പ്രാധാന്യമർഹിക്കുന്ന ഹംസമഹായോഗം എന്ന മഹാരാജയോഗം, അതിൻ്റെ ഫലം അവർക്ക് ഒരു 70% കിട്ടാൻ സാധ്യതയുള്ളൂ. ഇതാണ് മേടം രാശിയെക്കുറിച്ച് പറയാനുള്ളത്. ബാക്കി ഒക്കെ ശനിയുടെ രാശിമാറ്റം പറഞ്ഞ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് പിന്നെ ഉയർച്ച തന്നെയാണ് ഉണ്ടാകുന്നത്. ജോലിപരമായിട്ടും ധനപരമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുക. അതുപോലെ പിന്നെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിലാണെങ്കിൽ നല്ല വിജയം ഉണ്ടാകുക, വീട്ടിൽ നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകുക, മറ്റുള്ള ഏതെങ്കിലും തരത്തിൽ ധനം കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടുക, അല്ലെങ്കിൽ വരാനുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുക. അങ്ങനെ തുടങ്ങി ജീവിതത്തിന് നാനാ വഴിയിലൂടെയും നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ. പക്ഷേ ഇനിയും പറയാൻ പോകുന്ന ചില രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം ഒരു ഭാഗ്യമില്ലെന്ന് മാത്രമേ. പക്ഷേ ഒരു കാരണവശാലും ഒരു ദോഷങ്ങളും സംഭവിക്കത്തില്ല. ധൈര്യമായിട്ട് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളുക. അടുത്തായിട്ട് നമുക്ക് പറയാൻ ഉള്ളത് പിന്നെ രാശിയാണ് ഇടവൻ രാശി. ഇടവൻ രാശി വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തികയുടെ മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ പകുതി. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ശനി നാളെ നേർരേഖയിലേക്ക് വരുമ്പോൾ അത് 11-ലാണ്. ലാഭസ്ഥാനത്താണ്. ഓൾറെഡി ശനിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരില്ല. ലാഭസ്ഥാനം ശനി 11 വരിക എന്ന് വെച്ചാൽ 3, 6, 11 ഭാവങ്ങൾ ശനിയുടെ ഏറ്റവും ഉച്ചസ്ഥനായിട്ടുള്ള രാശികളാണ്. അവിടെ വരുമ്പം തന്നെ അവർക്ക് ഓൾറെഡി രാജയോഗത്തിലാണ്. കൂടാതെ ഇപ്പം ഈ കർക്കിടകത്തിലെ വ്യാഴം ഡിസംബർ മാസം 4-ാം തീയതി തിരിച്ച് വീണ്ടും മീനത്തിലേക്ക് വരുമ്പം അവർ 2-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്, അതായത് ധനസ്ഥാനത്തിൽ. അപ്പം 11 നിൽക്കുന്നു ലാഭത്തെ പ്രദാനം ചെയ്തുകൊണ്ട് ശനി, 2 നിൽക്കുന്നു ധനത്തെ പ്രദാനം ചെയ്തുകൊണ്ട് വ്യാഴം. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേനാണെങ്കിൽ അതിന് എന്തൊരു പ്രത്യേക യോഗം പറയണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. സർവ്വതരത്തിലുള്ള സർവ്വ അനുഗ്രഹങ്ങളും രാജകീയമായിട്ടുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളും അവർക്കുണ്ടാകും. അത് ഹംസമഹായോഗം ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞു, രാജയോഗം ശനിയെ കൊണ്ടുള്ള രാജയോഗം അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നതാണെങ്കിൽ അതിൽ ഒക്കെ സർവ്വതരത്തിലുള്ള വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാകും. പ്രത്യേകിച്ച് ഇനിയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും കൂടെ എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരു ദോഷങ്ങളും നിങ്ങൾക്കില്ല.